കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഇന്ന് എനിക്കത് സെറ്റിൽ ചെയ്യണം. എങ്ങനെ ചെയ്യുന്നത്? അല്ല, എൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് വിചാരിച്ചു. അപ്പോൾ സർപ്രൈസ് കൊടുക്കാൻ കരുതി. ഇപ്പൊ മനസ്സിലായില്ലേ? ഫ്രണ്ടല്ലോ. എന്നാ വീട് മനസ്സിലായി. കൈയൊന്നും എടുക്കാവോ? എന്താ ഇവിടെ കാര്യം? ആള് മാറിപ്പോയെന്ന് പറഞ്ഞു. അതെ, ആള് മാറിപ്പോയി. ശരിക്കും ആരെയാ ഉദ്ദേശിച്ചത്? ശരിക്കും ഉദ്ദേശിച്ച ആളെല്ലാം കിട്ടിയില്ല. വാടാ നമുക്ക് പോവാം. അല്ല, അപ്പോൾ പർച്ചേസ് ചെയ്യുന്നില്ലേ? പർച്ചേസ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞു. വാ പോവാം. സാം എന്ത് കോപ്പറായി കാണിക്കണേ? ഞാനെന്ത് കാണിച്ചു? ഞാനൊന്നും കാണിച്ചില്ലല്ലോ. ആള് മാറിപ്പോയല്ലേ? പിന്നെ ആള് മാറിപ്പോയി. എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് വിചാരിക്കല്ലേ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. സാമിനൊരു പേഴ്സണാലിറ്റി ഉണ്ട്. ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ആളായിരുന്നു സാം. ഇപ്പൊ ഓരോരോ വേഷം കെട്ട് കാണിക്കുന്ന കാണുമ്പോ ഉണ്ടല്ലോ, ആക്ച്വലി സാമിന് എന്താ പറ്റിയേ? എന്താ സാമിന്റെ പ്രശ്നം? എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെ ഓവർ പോസസീവ് ആവുന്നേ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. ദിവ്യക്ക് വെറുതെ തോന്നുന്നതാണ്. സാമിന് ആരൊക്കെയോ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ പറഞ്ഞ് പറ്റിക്കുന്നുണ്ട് കേട്ടാ. എന്നെ അങ്ങനെ ആർക്കും പറ്റിക്കാനൊന്നും പറ്റൂല. പിന്നെ ലോക മണ്ടന്മാരെ ഇങ്ങനത്തെ ഡയലോഗ് അടിക്കുള്ളൂ. എന്തായാലും സാമിന്റെ അടുത്തൊന്നും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഓക്കെ അല്ലേ? ചേട്ടാ അവിടെ ഇരിക്കും. ജേട്ടാ, ആ ടൈപ്പ് റൈറ്ററിന്റെ യൂസ് കഴിഞ്ഞായിരുന്നോ? ആടാ അത് കഴിഞ്ഞു. താങ്ക്സ് കേട്ടോ, നീ കാരണം രക്ഷപ്പെട്ടു. അല്ല, ആ ഒരു ഷോട്ടിന് വേണ്ടിയാണ് അത് കൊണ്ടുവരാൻ പറഞ്ഞത്. അതെ, എന്തേ? ആ ഷോട്ടിൽ സാധനം കാണുന്ന പോലില്ലല്ലോ. അതില്ലടാ, പക്ഷെ അതുണ്ടെങ്കിലേ ആ ഒരു ഫീല് കിട്ടുള്ളൂ. അതാണ്. ആ ഫീലിന് വേണ്ടിയാണ് അത് കൊണ്ടുവന്ന് വെച്ചത്. അതിന്റെ കീസ് ഒന്നും കാണുന്നില്ല സ്ക്രീനിലോട്ടും. നമുക്കൊരു ബോക്സ് എന്തെങ്കിലും എടുത്ത് വെച്ചാൽ പോരെ എന്ന്. അവിനാഷേ, സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്ന ഒരാളാണ് ഞാൻ. 10-15 വർഷമായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യണം. ഇന്ന് വരെ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് റോൾസ് ഇല്ലേ, ബാക്കി കൂടി അത് കൊണ്ടുപോവാ ഇത് കൊണ്ടുപോവാ, ആ പരിപാടി അല്ലാതെ നല്ലൊരു വേഷം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനിയൊട്ട് കിട്ടാനും പോകുന്നില്ല. അതാണ് എൻ്റെ അവസ്ഥ. അപ്പോഴാണ് നിന്റെ ഒരു ടൈപ്പ് റൈറ്റർ. ഇത് സിനിമയാണ് അവിനാഷ്, ഇവിടെ ഇങ്ങനെയാണ്. ഒന്നും പറഞ്ഞില്ല. അടുത്ത ഷോട്ട് റെഡി. വാ നീ ചെല്ല്, ഞാൻ വന്നോളാം. ഡാ ദിവ്യ, എനിക്ക് അറിയില്ലായിരുന്നുടാ. അവനിങ്ങനെയൊക്കെ പെരുമാറുന്ന എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായേ. ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ശരി ട്ടാ, ബൈ. നീ ആ സ്റ്റോറി പോയിട്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയെന്ന്? എന്താടാ? എന്താടി? ആ ദിവ്യ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ സ്റ്റോറി പോയിട്ടേ ഏതോ ഒരാളെ തല്ലാൻ ചെന്നൂന്ന്. ഇവനാ? ആ, അയ്യേ, തല്ലാൻ ചെന്നൊന്നുമല്ല, ആള് മാറിപ്പോയി. അതും അവള് പറഞ്ഞു. നീ വേറെ ആരും ഉദ്ദേശിച്ചതെന്ന്. നീ ആരാ ആക്ച്വലി ഉദ്ദേശിച്ചത്? ഡാ, നീ മിണ്ടാണ്ടിരുന്നോ? എനിക്ക് നിന്നെ നല്ല സംശയമുണ്ട്. ഞാൻ എന്ത് ചെയ്ത്? ഇന്ന് അവനെ അവൾക്ക് വേണ്ടി പൊക്കും തേങ്ങയും മാങ്ങയൊക്കെ കൊറിയറിയിപ്പിച്ചു അവള് പറഞ്ഞു. അതുമായിട്ട് എനിക്ക് എന്ത് ബന്ധം? എടാ, ഇമ്മാതിരി ഊള ഐഡിയാസ് ഒക്കെ നിന്റെ താടിയിലേ വരുള്ളടാ. പോടി, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇവനാ എന്നോടെല്ലാം മേടിച്ചു കൊടുക്കാൻ പറഞ്ഞത്. ഞാൻ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തു എന്നുള്ള സത്യമാണ്. കണ്ട എന്നിട്ട് ഇപ്പൊ എന്തായി? ഇവന്റെ ഉണ്ടായിരുന്ന വില പോയില്ലേ? ഓ, എല്ലാ കൂട്ടത്തിലും കാണും ഇതുപോലെ ഒരുത്തൻ. കൂട്ടുകാരന് ഒരു ഊള ധൈര്യം കൊടുക്കാനായിട്ട്. എന്നിട്ട് അവന്റെ ജീവിതം അങ്ങോട്ട് നശിപ്പിച്ച് കളഞ്ഞോളൂ. ഇതാണ് ഈ നാട്ടിൽ ഒരാളെയും സഹായിക്കാൻ പാടില്ല. സാമേന് നീയായി നിന്റെ പാടായി. എടാ, എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് സ്കൂട്ടാവാൻ നോക്കണം. എന്റെ മമ്മ എപ്പോഴും പറയും. നിന്റെ മമ്മി എന്ത് പറഞ്ഞു? നിന്നെ പോലുള്ളവരോട് കൂട്ടുകൂട്ടരുതെന്ന്. ഞാൻ കേട്ടിട്ടില്ല, അതാണ് ഇപ്പൊ. അവൻ സാംബോയ്. എടാ DIG, നീ ഈ മഹാപാപൊക്കെ എവിടെ കൊണ്ട് കഴുകി കളയൂടാ? ഓ, ഇപ്പൊ എല്ലാം കൂടി എന്റെ നെഞ്ചത്തൊക്കെ ആയല്ലേ. ഞാൻ ഇവനോട് ബൊക്കയും മാലയും കൊടുക്കാൻ പറഞ്ഞുള്ള സത്യമാണ്. പക്ഷെ എന്നും പറഞ്ഞിട്ട് ആരുടെയും മെക്കിട്ടാറെന്ന് ഞാൻ പറഞ്ഞില്ല. എന്തിനാ പറയണേ? നീ രാവിലെ ഇരുന്ന് എണ്ണ ഒഴിച്ച് കൊടുക്കണതേ ഞാൻ കേട്ടതാ. നീ കേട്ടാ? ഞാൻ കേട്ട്. നീ കേട്ടോ? ഞാൻ കേട്ട്. നീ കേട്ടാ? കേട്ടതാ. എന്നാ പിന്നെ സോറി, ഞാനൊന്നും പറഞ്ഞില്ല. എടാ സാമേ, നീ ഇങ്ങോട്ട് നോക്കിയേ.
എടാ നിനക്ക് അവളെ ഇഷ്ടാണെങ്കിൽ നീ നേരിട്ട് പോയി പറയണം. സ്വന്തം അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും തുറന്നു പറയണ ആണുങ്ങളെ ആ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം. എടാ അവിടെ നിന്നുള്ള മറുപടി പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കോട്ടെ, അത് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയണം. ബി എ മാൻ സാം ബോയ്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ദേ, നീ മിണ്ടരുത്. നീ എവിടെ പോവാ? അവിടെ ഇരുന്നേ. പോയി പറയാൻ പോണു. ഐ ഓ, ഇപ്പഴല്ല പോയി പറയണ്ടേ. ഇപ്പൊ പോയി പറഞ്ഞാലേ അവള് നിന്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കൂടാ. അതിനൊക്കെ ഓരോ സമയവും കാലവും ഒക്കെ ഉണ്ട്. ചാവേറാവാൻ നോക്കാണല്ലോ നീ. നീ പോടാ, നിന്നോട് ഞാൻ കൂട്ടില്ല. അല്ല പിന്നെ അതിനകത്ത് വേറെ കാര്യം ഉണ്ടാ, നീ ആ ഡയമണ്ട് വാങ്ങിച്ചു കൊടുത്തില്ല, അതാ പറ്റിയത്. ഐ എം ഷുവർ.